ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച തിയേറ്ററെത്തിയ കൂലി എന്ന സിനിമയുടെ ആദ്യ ഞായറാഴ്ച കൂടിയായ 4-ാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. 3-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരള കടനായി സ്വന്തമാക്കിയത് 3,15,00,000 രൂപയായിരുന്നു. ആദ്യ 3 ദിവസം കൊണ്ട് 18,65,00,000 രൂപയാണ് ഈ സിനിമ കേരള കടനായി സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടകയിൽ ഇന്നലെ ശനിയാഴ്ച 5,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ 3 ദിവസം കൊണ്ട് 28,75,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ആന്ധ്ര തെലങ്കാനയിൽ ഇന്നലെ ശനിയാഴ്ച 10,25,00,000 നേടിയെടുത്ത് 3 ദിവസം കൊണ്ട് 42,25,00,000 രൂപയും, തമിഴ്നാട് കളക്ഷനായി ഇന്നലെ ശനിയാഴ്ച 21,50,00,000 കളക്ട് ചെയ്ത് ടോട്ടൽ 3 ദിവസം കൊണ്ട് 76 കോടി രൂപയുമാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 3 ദിവസം കൊണ്ട് 188,50,00,000 രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 131,50,00,000 കളക്ട് ചെയ്ത് ടോട്ടൽ 320 കോടി രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരള പ്രീസെയിൽ കളക്ഷനായി കളക്ട് ചെയ്തത് 1,20,00,000 രൂപ മാത്രമാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 2.5-3 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 21 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച തമിഴ്നാട്ടിൽ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65-70 കോടി റേഞ്ചിലാണ്. അങ്ങനെ 4 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 380-390 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. യാഷ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ 6-ാമത്തെ ചാപ്റ്ററായ വാർ 2 കൂലിക്കൊപ്പം ക്ലാഷ് റിലീസായി ഓഗസ്റ്റ് 14-നാണ് തിയേറ്ററിലെത്തിയത്. അയൻ മുഖർജി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹൃതിക് റോഷൻ, NT രാമറാവു ജൂനിയർ, കിയാര അദ്വാനി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 28 ലക്ഷം രൂപയായിരുന്നു. 3 ദിവസം കൊണ്ട് 1,30,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടക കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 11,70,00,000 രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷനായി 49,35,00,000 രൂപയുമാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 3,45,00,000 രൂപയും ഹിന്ദി ബെൽറ്റ് ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 104 കോടി രൂപയും സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് 170 കോടി രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. സിനിമയുടെ 3 ദിവസത്തെ വിദേശ കളക്ഷൻ 45 കോടി രൂപയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 215 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 4-ാം ദിവസമായ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 25 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 1,55,00,000 റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 55 കോടി റേഞ്ചിലാണ്. ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 270 കോടിയോളം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അർജുൻ അശോകൻ നായകനായി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1-ന് തിയേറ്ററിലെത്തി 3-ാം വാരത്തിലും മികച്ച ഹോൾഡിനകത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് സുമതി വളവ്. സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 17,62,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3-ാമത്തെ ഞായറാഴ്ച കൂടിയ 17-ാം ദിവസമായി ഇന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിൽ 70 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 17 ദിവസം കൊണ്ട് 18,30,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യ 17 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 25-26 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് കരുതപ്പെടുന്നത്. ബിപിൻ കൃഷ്ണ തിരക്കഥ സംവിധാനം ചെയ്ത സാഹസം എന്ന സിനിമ 9-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 9 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,03,00,000 രൂപയാണ്. 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 16 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 10 ദിവസം കൊണ്ട് 2,19,00,000 കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 2,65,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത മഹാവതാർ നരസിംഹ ഇന്നലെ കേരളത്തിൽ 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 23 ദിവസം കൊണ്ട് കേരളത്തിൽ 50 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 23 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 202,35,00,000 രൂപയും ഗ്രോസ് കളക്ഷനായി 240,75,00,000 രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. 23 ദിവസത്തെ വിദേശ കളക്ഷൻ 16,25,00,000 രൂപയാണ്. ടോട്ടൽ 257 കോടി രൂപയാണ് ലോകമെമ്പാടുമായി 23 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.